ബി.ജെ.പിയുടെ സഹായത്തിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവർക്ക് കുതിച്ചു കയറാനുള്ള ആയുധം നൽകിയിരിക്കുന്നത് ബി.ജെ.പി തന്നെയാണ്. കെജ്രിവാളിൻ്റെ അറസ്റ്റ് പ്രതിപക്ഷ നിരയ്ക്ക് കൂടുതൽ വീര്യം പകരാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വഴിയൊരുക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ വിലയിരുത്തൽ മാത്രമല്ല, ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം കൂടിയാണിത്. 31-ാം തീയതി ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന മഹാറാലി പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടന വേദി കൂടിയായി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ സമരം നടക്കുന്നതെങ്കിൽ ഉണ്ടാകാവുന്ന പ്രതിഷേധത്തിൻ്റെ 100 ഇരട്ടി പ്രതിഷേധം ബി.ജെ.പി ഇരന്നു വാങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇന്ത്യ സഖ്യവുമായി ചെറിയ തോതിൽ ഇടഞ്ഞ തൃണമൂൽ കോൺഗ്രസും ഈ 31-ാം തീയതി നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി അവർ ഒന്നാകുകയാണ്. അറസ്റ്റിനെതിരെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച സഖ്യ നേതാക്കൾക്കൊപ്പം തൃണമൂൽ കോൺഗ്രസും ചേർന്നിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിത്തിരിവ് ദില്ലിയിലും ഉണ്ടായിക്കഴിഞ്ഞു. അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ കൈകൊടുത്തുവെങ്കിലും ഡൽഹിയിൽ താഴെത്തട്ടിൽ ഇരു പാർട്ടികളിലെയും പ്രവർത്തകർ തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല ഇതുവരെ. 2013 ഡൽഹിയിൽ കോൺഗ്രസ് തോറ്റപ്പോൾ ഉള്ള ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുന്നവർ രണ്ടു പാർട്ടിയിലും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞതെല്ലാം മറന്ന് എല്ലാവരും ഒന്നായ ഒരു കാഴ്ചയാണ് ദില്ലിയിൽ കാണുന്നത്. കെജ്രിവാളിൻ്റെ അറസ്റ്റ് കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ബി.ജെ.പി എന്ന വലിയ ശത്രുവിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തെ കീഴ്പ്പെടുത്താൻ ഒന്നിച്ചേ മതിയാകൂ എന്ന ഒരു തോന്നൽ ഇരു പാർട്ടികളിലും ശക്തമായി കഴിഞ്ഞു. അവരൊരു ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനാൽ പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാന കോൺഗ്രസ് ആം ആദ്മിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ നടപടികൾ ആം ആദ്മി പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ മാത്രം പ്രശ്നമല്ലെന്നും ഇത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെന്നും ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലിയുടെ വാക്കുകളിൽ തന്നെ എല്ലാമുണ്ട്. കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ കോൺഗ്രസ് നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് ആയിരുന്നു. അതിനപ്പുറം എന്തു വേണം? ഇനി എന്ത് വിദ്വേഷം? താഴെത്തട്ടിൽ ഇത്തവണ കൃത്യമായ വോട്ട് കൈമാറ്റം നടക്കുമെന്നാണ് ഇരു പാർട്ടികളുടെയും കണക്കുകൂട്ടൽ. ഡൽഹിയിൽ 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഭിന്നിച്ചുപോയ പ്രതിപക്ഷ വോട്ടുകൾ ഇത്തവണ ഒരുമിക്കുമെന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ 7 സീറ്റും അതുകൊണ്ട് ബി.ജെ.പി നേടി. എന്നാൽ ദില്ലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസും ഒന്നിച്ചാൽ ബി.ജെ.പി അവിടെ ഒന്നുമല്ലെന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ 7 സീറ്റിലും ബി.ജെ.പിയുടെ പൊടി പോലും ഉണ്ടാകില്ലെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പറയുകയാണ്. ഇത് ശരിക്കും ഇന്ത്യ മുന്നണിയുടെ വിജയം തന്നെയാണ്.